അർത്ഥം നിങ്ങളുടെ ക്ലോസ് പ്രോക്സിമിറ്റിക്കകത്ത് വരുന്ന, നിങ്ങളുടെ ക്ലോസ് സെന്ററിനകത്ത്, സർക്കിളിനകത്ത് വരുന്ന ആരൊക്കെയോ ഉണ്ട്. You need to be careful with the people who you let inside your circle. Amen. Hallelujah. പത്രോസിനോട് കർത്താവ് വാർണിംഗ് കൊടുക്കുക. Be careful where you sit and stand. Be careful with your fellowship. Be careful with your friendship. കാരണം എന്നിൽ നിന്ന് നീ അകന്നു മാറുമ്പോൾ നിനക്ക് തന്നെ ഒരു ചൂട് കിട്ടുവാൻ വേണ്ടി പോയി ഇരിക്കുന്ന ഇരിപ്പിടമുണ്ട്. You're going to sit apart from me. Be careful with whom you're going to sit. Be careful with whom you're going to spend time. Be careful with the friends you have. കർത്താവായ യേശു ക്രിസ്തു പത്രോസിന്റെ ബലഹീനമായ ഭാഗം കണ്ടിട്ട് ശിമോനെ എന്ന് വിളിച്ചെങ്കിലും, പഴയ മനുഷ്യനെ അഭിസംബോധന ചെയ്തെങ്കിലും കർത്താവിനെ അറിയാം, ഈ നിൽക്കുന്നവൻ ഇവൻ പതിരല്ല, ഇവൻ എന്താണ്, ബോധമാണ്. പലപ്പോഴും നമ്മുടെ ഐഡന്റിറ്റി നമുക്കറിയത്തില്ലെങ്കിലും എന്റെ കർത്താവിനറിയാം. God will never see you with your mistakes. അവന്റെ കുറവുകളാണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ കർത്താവ് പറയുകയാണ്, പത്രോസേ, നിന്റെ അകത്തൊരു ശിമോൻ ഉണ്ട്, അത് പൊങ്ങി വരാൻ സാധ്യതയുണ്ടെങ്കിലും, പക്ഷെ ഞാൻ നിന്നെ വിളിക്കുമ്പോൾ ഞാൻ നിന്നെ പതിനായിട്ടല്ല കാണുന്നത്, ഞാൻ നിന്നെ ഗോതമ്പായിട്ടാണ് കാണുന്നത്. അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? പിശാച് പാറ്റപ്പോൾ പറന്നു പോകുന്നത് പതിനാണ്, ഗോതമ്പല്ല. പറന്നു പോകുന്നില്ലെന്നേ. എന്തൊക്കെ വന്നാലും, പ്രശ്നങ്ങൾ വന്നാലും, പ്രതികൂലങ്ങൾ വന്നാലും, കൊടുങ്കാറ്റ് വന്നാലും നീ പറന്നു പോകുന്നില്ല. എവിടെയാണ് ദൈവം നട്ടിരിക്കുന്നത് അവിടെ തന്നെ. ഇപ്പൊ പഠിപ്പിക്കും, എടുത്തുകളയും, ഏറോളം കുറച്ചുകളയും എന്ന് വാദിക്കുന്ന എല്ലാ വിഷയത്തിന്റെ മുമ്പിലും നിന്നിട്ട് പറയണം, ഞാൻ പതിനല്ല